ഒരാളായ ശ്രീ മാത്യു കട്ടിക്കാനാണ് എന്നോടൊരു കവിതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതുകൊണ്ട് കയ്യിൽ വന്ന കവിത ഇതാണെന്ന് മാത്രം. രാവിലെ ഒരു ചാനലിന് വേണ്ടി ചൊല്ലിയിട്ട് അങ്ങനെ തന്നെ മടക്കി പോക്കറ്റിൽ വെച്ചിരുന്നത് കൊണ്ട് ഇത് ചൊല്ലാം എന്ന് വിചാരിക്കുന്നു. കവിത ഇഷ്ടപ്പെടാത്തവരില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപൂർവം ആളുകൾക്ക് മാത്രമേ ഉള്ളൂ കവിത ഇഷ്ടപ്പെടാത്തതായിട്ട്. അതങ്ങനെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചൊല്ലുന്ന കവിത ചരിത്രപരം തന്നെയാണ്. ദുഃഖാംബരങ്ങൾക്കപ്പുറം എന്നാണ് കവിതയുടെ പേര്. ദുഃഖാംബരങ്ങൾക്കപ്പുറം. അതിലില്ലാത്ത ദുഃഖം മനുഷ്യരാശി അനുഭവിക്കാറുണ്ട്. പക്ഷെ എല്ലാ ദുഃഖത്തിനും അപ്പുറത്തൊരു ഉദയമുണ്ട്. എല്ലാ രാത്രിക്കും അവസാനം ഒരു ഉദയരാശി ഉള്ളതുപോലെ തന്നെ എല്ലാ അസമയം കഴിയുമ്പോൾ നാം ആശയോടെ പ്രതീക്ഷിക്കുന്നു, കിനാവ് കാണുന്നു, നാളെ ഒരു പ്രഭാതം ഉണ്ടാകും. അതില്ലെങ്കിൽ ജീവിതമില്ല, ധരിത്രിയില്ല, ജീവിതം അവിടെ നിന്നുപോകും. അതുകൊണ്ട് എത്ര ചുരം കയറിയാലും നിങ്ങൾക്ക് മൂർധാവിലെത്താം, മലമുകളിലെത്താം എന്നൊരു പ്രതീക്ഷ ഉണ്ട്. എങ്കിലും ഒരു കുടുംബത്തിൽ നിന്നൊരാൾ, സജീവമായിരിക്കുന്ന ഒരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള വേദന പറഞ്ഞറിയിക്കാൻ ആവുകയില്ല. സന്തപ്ത കുടുംബാംഗങ്ങളെ ദുഃഖം അറിയിക്കുക മാത്രമേ, അവരുടെ ദുഃഖത്തിനോടൊപ്പം ചേർന്ന് ആശ പകർന്നു നൽകുക മാത്രമേ ജീവിച്ചിരിക്കുന്നവരുടെ സജീവമായ സ്മരണയ്ക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് വാക്കുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ പ്രചോദിപ്പിക്കാമോ എന്നാണ് എൻ്റെ ഒരു കവിതയുടെ ധർമ്മം.